ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, എറണാകുളം ജില്ലയിൽ. പറവൂരിൽ നിന്ന് ചെറായി വരുന്ന റൂട്ടിൽ ഒരു മെയിൻ റോഡാണ് കേട്ടോ. അത് ഫുള്ള് രണ്ട് സൈഡിലും നിറയെ മരങ്ങളും, രണ്ട് സൈഡിലും വാക്ക് വേ ഉണ്ട് കേട്ടോ. വാക്ക് വേ ഇട്ടിട്ട് നല്ല ഒരു അടിപൊളി റോഡാണ് കേട്ടോ. അത് ഇതുപോലുള്ള കണ്ടോ, ഇടയ്ക്ക് ഇതുപോലുള്ള ഈ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കായലാണ്. അപ്പോൾ ഇന്ന് ചെറായി ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. പക്ഷേ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് നല്ല അടിപൊളി മഴ കിട്ടിയത്. ഇത്രയും വന്ന സ്ഥിതിക്ക് തിരിച്ച് പോകാതിരിക്കാൻ തോന്നുന്നില്ല. നല്ല വ്യൂ ആണ് കേട്ടോ. മഴ ചെറുതായിട്ടൊക്കെ ഉണ്ട്, ക്യാമറയിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. മഴയുണ്ട്, മഴ ചാർന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ട് സൈഡിലും ഇതാണ് കായലാണ്. എൻ്റെ വണ്ടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ഒന്ന് നടന്ന് കാണാം. അങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ ഞാൻ അത്രയും ദൂരം പോയി അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു വന്നതാണ്. അത്രയും ദൂരം പോയപ്പോൾ അവിടെ രണ്ട് സൈഡിൽ നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചിങ്ങോട്ട് വന്ന് വണ്ടി ഇവിടെ സൈഡാക്കി. അവിടെ കായൽ, രണ്ട് സൈഡിലും കായലാണ്. ഈ മഴ കാര്യമായിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറേ കണ്ടൽക്കാടുണ്ട് കേട്ടോ അവിടെ സൈഡിൽ. നമ്മൾ തൃശ്ശൂർ രാജ ഐലാൻഡിൽ പോയപ്പോഴാണ് ഞാൻ കണ്ടൽക്കാടുകൾ എക്സ്പ്ലോർ ചെയ്തത്. അവിടെ ചെറിയൊരു ഏരിയ കണ്ടൽക്കാടുണ്ട്. ഞാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കിടന്നുണ്ട് കേട്ടോ. സുഖമായിട്ട് നടക്കാട്ടോ ആൾക്കാർക്ക്. ഇത് മറ്റേ മാഞ്ചിയ മരങ്ങളാന്ന് തോന്നുന്നു. രണ്ട് സൈഡിലും ആ മരത്തോട് ചേർന്നിട്ട് തന്നെയാണ് ഇവര് ഇന്റർലോക്ക് ചെയ്തതും. ഇവിടെ ഒരു ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. അവിടെ കണ്ടോ, കുറച്ചധികം, ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററോളം ദൂരത്തിലുണ്ട് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള ഏരിയ കേട്ടോ. പറവൂരിൽ നിന്ന്, നോർത്ത് പറവൂരിൽ നിന്ന് എന്തോ ഒരു ജംഗ്ഷൻ്റെ പേര് പറഞ്ഞു, അതെനിക്ക് ഓർമ്മയില്ല. ആ അവിടുന്ന് ഇവിടെ ഇടയിലൊക്കെ ഓരോരുത്തർ മീൻ പിടിക്കുന്നുണ്ട്. ആ നോർത്ത് പറവൂരിൽ നിന്ന് നേരെ ചെറായി ബീച്ചിലേക്ക് വരുന്ന റൂട്ടാണ് കേട്ടോ. എനിക്കിനി ബീച്ച് വരെയൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല മഴയുള്ള കാരണം. ഈ രണ്ട് കണ്ടോ, ആ കായലിൻ്റെ ഈ കായലിലേക്കുള്ള കണക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. അതാണ് ഇങ്ങനെ ഈ ചെറിയ പാലങ്ങളുടെ ഇടയിൽ വന്നേക്കണം. ഞാനിവിടുന്ന് ഒരു ചേട്ടൻ കായലിൽ നടുക്കിൽ നിന്നിട്ട് വല വീശിയാണ് എന്താണെന്ന് അറിയില്ല, പക്ഷെ നടുവിൽ നിന്നിരുന്ന ഒരാൾ. അത്രയ്ക്കും ആഴല്ലെന്ന് തോന്നുന്നു കേട്ടോ. നേരെ ചെറായി ബീച്ചിലേക്ക് പോവാം. അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് നല്ല അമ്മാതിരി തിരക്കുണ്ടാവും. അവിടുന്ന് കുറച്ചും കൂടി മെയിൻ റോഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വന്നപ്പോഴാട്ടോ അതെ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടത്. അവിടെ ചീനവല കാണാം ആ തെറ്റത്ത്. ഇവിടെ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ റോഡിൻ്റെ രണ്ട് സൈഡിലും എന്താണ്, ഇവിടെ ഒരു സുരക്ഷിതമായ ഒരു സംഗതിയുമില്ല. എങ്ങാനും വണ്ടി സൈഡായി കഴിഞ്ഞാൽ ഞാൻ നേരെ കായലിലേക്ക് പോവും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നേരെ നല്ല മഴക്കാറുണ്ട് കണ്ടോ. കാർമേഘങ്ങൾ നോക്കി പിന്നെ ഗോപ്രോ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയിൽ കാണാനും പറ്റും. എനിക്ക് ആ ചീനവല പോയി കാണുന്നു, പക്ഷെ അത് താഴ്ന്ന് ഇടുകയാണ്, കാണാൻ പറ്റില്ല. ഇപ്പം എന്തായാലും നല്ലൊരു മഴ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് മുന്നേ എന്തായാലും ചെറായി ബീച്ചൊന്ന് കണ്ടിട്ട് വരാമെന്ന് ചോദിച്ചു. അവിടെ അവിടെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അതിന് സൈഡിലൊക്കെ എന്തോരം റിസോർട്ടുകളാണ്. നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്ക് പോകും. പിന്നെ ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറായി ബോട്ട് ക്ലബിൻ്റെ കണ്ടോ 2 വഞ്ചി കിടപ്പുണ്ട് കേട്ടോ. ബോട്ട് സർവീസിനൊക്കെയുള്ള സംഗതിയാണ് അത്. ആൾക്കാരുണ്ടെങ്കിൽ ഇതിലൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കണ്ടൽക്കാടിൻ്റെ കുറേശ്ശെ ഭാഗങ്ങൾ ദേ ഇവിടേക്ക് ഇങ്ങനെ കാണാം കേട്ടോ. ഈ കാണുന്നത് കണ്ടൽക്കാടാണ്. കാണാം അവിടെ റിസോർട്ടുകളൊക്കെ ഒരുപാടുണ്ട്. ഈ ബീച്ച് ഇവിടെ നിന്ന് കാണാം, കുറച്ചുള്ളൂ. ഞാനിപ്പം ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് പോകണം. അപ്പം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ റിസോർട്ടുകളാണ് കേട്ടോ. അമ്മാതിരി റിസോർട്ടുകളുണ്ട് ഇവിടെ. ചെറായി ബീച്ച് അറിയാലോ, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് ചെറായി ബീച്ച്. രണ്ട് സൈഡിലും ഒരുപാട് റിസോർട്ടുകളുണ്ട്. ഒരു വിധത്തിൽ
ബീച്ചിൽ എവിടേക്ക് പാർക്ക് ചെയ്തു കേട്ടോ. പാർക്കിംഗ് ഫീ 20 രൂപ 2 വീലറിന്. ഞാൻ വേറെ എവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് വരും. എങ്ങനെ വരുന്നു ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ അത്യാവശ്യം ഫാമിലീസ് ഒക്കെ വരാറുണ്ട്. ഫാമിലീസിനൊന്നും ഒരു കുറവില്ല. ഇപ്പം മഴയുടെ സമയമായതുകൊണ്ട് ബീച്ചിലേക്ക് ഇറങ്ങാനേ പറ്റില്ല കേട്ടോ. ഇറങ്ങുന്നത് പോസിബിൾ അല്ല. മഴയൊക്കെ നന്നായി കൂടി നിൽക്കുന്ന സമയമാണ്. മുകളിൽ നോക്കി കാർമേഘങ്ങൾ കറുത്തിരിക്കുന്ന അടുത്ത അടിപൊളി മഴ വരും. ആ തെറ്റത്ത് നോക്കി കഴിഞ്ഞാൽ മുനമ്പം ബീച്ചാണ് കേട്ടോ. ആ ഭാഗത്ത് മുനമ്പം പുലിമുട്ട് അതൊക്കെയാണ് അവിടെ കാണുന്നത്. അകലയിൽ നിന്ന് കാണാം. നേരെ നടന്നു ഇവിടെ പാർക്കിംഗ് ഫീ കാറിന് 30 രൂപ, 2 വീലറിന് 20 രൂപ. അത് ഞാൻ കേട്ടിട്ടുള്ളത് 2 വീലറിന് 5 രൂപ എന്നാട്ടോ. പക്ഷെ ഞാൻ ചേച്ചിമാർ ഇടയ്ക്കൂടെ കയറ് വലിക്കുകയാണോന്ന് അറിയില്ല. പക്ഷെ ഞാൻ വേറെ എവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. തിരിച്ചു വരുമ്പോൾ വണ്ടി ഉണ്ടായാൽ മതി. മേഘങ്ങൾ നോക്കി ഇവിടെ നേരെ ഓക്കെയാണ് കേട്ടോ. നേരെ നടന്നു നോക്കട്ടെ. ഇവിടെ ഇതിൽ കൂടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇവിടെ എപ്പോഴും കടൽ കയറി നിൽക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഈ കല്ലുമ്മ ഇറങ്ങിയാലും റിസ്ക് ആണ്. പിന്നെ ആ തെറ്റത്തൊക്കെ ഇതുപോലെ കല്ലിടാത്ത ഏരിയ ഒക്കെ ഉണ്ട്. അത് കൂടെ ഇറങ്ങാന്ന് പറഞ്ഞത്. ഇവിടെ എന്താ ജനകീയ വായനശാല എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ചെരുപ്പിൻ്റെ പാർട്സ് കൊണ്ടോട്ടെ മീൻ ഉണ്ടാക്കി വെച്ചേക്കണേ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ബീച്ച് തന്നെയാണ് കേട്ടോ ഈ ചെറായി ബീച്ച് എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയിൽ കൂടുതലും ആളുകൾ വരുന്നത് ഈ ഒരു ബീച്ചാണെന്ന് പറയാം. ഫാമിലീസായിട്ട് വരുന്നതൊക്കെ. പിന്നെ ഈ അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ഏകദേശം ഒരു 500 മീറ്ററോളം ഇതേപോലുള്ള വാക്ക് വേ കെട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങണം വെച്ചെങ്കിൽ അതിനപ്പുറം സൈഡ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാലുള്ള ബീച്ചിലേക്ക് ഇറങ്ങണം. പക്ഷെ അവിടേക്കൊന്നും അധികം ആൾക്കാർ വരാറില്ല. ഇവിടെ ബീച്ചിൽ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല. ഈ വെള്ളം മഴ ഇല്ലാത്ത സമയത്ത് വെള്ളം കുറവാണെന്ന് വെച്ചെങ്കിൽ ഇത് കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് പോകാറുണ്ട് ആൾക്കാർ. അതല്ലാതെ ഇറങ്ങുന്ന റിസ്ക്കാണ്. അറിയാലോ ഗംഭീര മഴയാണ്. തിരിച്ചു പോവാണ് കേട്ടോ. ഈ മഴയൊന്ന് കാണണം നിങ്ങൾ. ഈ മഴയത്ത് ഞാൻ എങ്ങനെ എൻ്റെ കോപ്പർ എടുക്കാനാ? തുള്ളി വെള്ളം കയറി കഴിഞ്ഞാൽ പണി കിട്ടും. ഇങ്ങനെ ശരിയാക്കാനും പാടാ. കണ്ട ഞാൻ തിരിച്ച് വന്നിട്ട് ഞാനൊരു സൈഡിൽ ഇവിടെ വണ്ടി സൈഡാക്കിട്ടാണ്. എനിക്കൊരു വെള്ളമാണെന്ന് തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടോ ഫുള്ള് കായൽ നിറയെ വെള്ളത്തുള്ളികൾ വീണോണ്ടിരിക്കും. ഈ കാണുന്നത് ചെറായി ബ്രിഡ്ജാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് ഒരുപാട് ചീനവലകൾ കെട്ടി കിടക്കണ കാണാം. താഴ്ത്തിയിട്ടില്ല, ഒന്നും താഴ്ത്തിയിട്ടില്ല കേട്ടോ. ഇതൊരെണ്ണം താഴ്ത്തിയിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റോഡ് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്.
അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാടുണ്ട്. ഇവരൊക്കെ ഇവിടെയുള്ള ഏരിയയിലുള്ള ആളുകളൊക്കെ ഇതൊക്കെയാണ് അവർക്കൊരു വരുമാന മാർഗം എന്ന് പറയുന്നത്. ബീച്ച് വിചാരിച്ച പോലെയൊന്നും കറങ്ങാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് നല്ലൊരു മഴയൊക്കെ വന്ന് ഫുൾ ടൈം മഴയായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂടാ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് വരുന്നവരാണെന്നുവെച്ചെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.